മീൻ കറി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. മീൻ കറിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും. നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും അതുപോലെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളുമാണ്. പക്ഷേ ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നല്ല ചൂട് കപ്പയുടെയും അതുപോലെ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഈ കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പൊടികൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ്: 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ കറിക്ക് ആവശ്യം. അതിൽ കൂടുതൽ പൊടികളൊന്നും ആവശ്യമായിട്ടില്ല. ഈ മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് പൊടി ചേർക്കാതെ ഇതിങ്ങനെ ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ചൂരമീനാട്ടോ നമുക്ക് കിട്ടിയത്. ഈ കോട്ടയം സ്റ്റൈൽ മീൻ കറി വെക്കാൻ ഏറ്റവും നല്ലത് ഈ ചൂരമീനാണ് കേട്ടോ. അത് നല്ല കഷ്ണങ്ങളാക്കി കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി, കുറച്ച് വലിയൊരു പീസ് ഇഞ്ചി, അതുപോലെ ഒരു 3 പച്ചമുളക് ഇത്രയും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. തക്കാളിയൊന്നും നമ്മൾ ഈ കറിയിൽ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കണം കേട്ടോ. ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം ഒഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഇഞ്ചിയില്ലേ, ഇഞ്ചിയും പച്ചമുളകും കൂടെ ആദ്യം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഈ മീൻ കറി വെക്കാൻ അല്ലെങ്കിലും നല്ലത് ചെറിയുള്ളിയാണല്ലേ. പക്ഷേ നമുക്കത് പൊളിച്ചെടുക്കാനുള്ള ഒരു മടി കൊണ്ട് അധികവും നമ്മൾ സവോള തന്നെയാണല്ലോ യൂസ് ചെയ്യാറ്. പക്ഷേ ചെറിയുള്ളി ഇട്ട് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറിക്ക്. പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയുള്ളിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അതിന് പകരം നമ്മൾ 2-3 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ആ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ വഴറ്റി കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആ മിക്സ് ആക്കി വെച്ചിട്ടുള്ള പൊടികളില്ലേ, അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. നമ്മളല്ലാതെ ഈ പൊടികൾ ചേർക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ഒരു നന്നായിരിക്കട്ടെ. ഇനി ഏത് കറിയായാലും ഇങ്ങനെ ചേർത്ത് നോക്കൂ, അത് ഒരു പ്രത്യേക ഒരു സ്വാദായിരിക്കും കറിക്ക്. അങ്ങനെ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അടിക്കൊന്നും പിടിക്കൂല കേട്ടോ. ആ എണ്ണയിൽ കിടന്നിട്ട് അങ്ങനെ മൂത്ത് വന്നോളും. ഇനി ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കൊടുമ്പുളി ഇട്ട് വെച്ച വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുവരെ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ ഉപ്പും കൂടെ ഉള്ളത് കൊണ്ട് ആ വെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ആ പുളിയിലേക്ക് ആദ്യമേ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. എന്നാൽ പിന്നെ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി വേണമെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല ലൂസായിട്ടുള്ള പരുവത്തിലല്ല നമ്മൾ കറി ഉണ്ടാവുക, കുറച്ചൊരു കുറുകിയ രൂപത്തിലാണ് കേട്ടോ. നല്ലൊരു കുഴമ്പ് രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ കറിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളൊക്കെ മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീൻ കുറച്ച് അധികം ഇട്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഈ കറിയിൽ നിന്ന് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഇത് ഇന്ന് തന്നെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മീനൊക്കെ ഒന്നിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചൂരമീൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ടാവും. ഈ ഒരു കറി വെക്കാൻ ഏറ്റവും നല്ലത് ചൂരമീൻ തന്നെയാണ് കേട്ടോ, ഈ ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറി വെക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കയ്യിലൊന്നിട്ട് ഇളക്കാതെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് കഴിഞ്ഞാൽ കറി സൂപ്പറായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ അങ്ങ് കുറുകി വരും. അപ്പോൾ ഏകദേശം
കുറുകി വന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂകി കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും മിസ് ചെയ്യരുത്. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അത് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പാണ്. കറിയുടെ രുചി ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും. അപ്പോൾ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പിറ്റേ ദിവസമൊക്കെ കഴിക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പം ഞാനിന്നിവിടെ പാൽക്കപ്പയുടെ കൂടെയാണ് കേട്ടോ ഈ കറി കഴിക്കാൻ പോകുന്നത്. എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ചൂട് പാൽക്കപ്പയുടെ കൂടെ ഈ ചൂട് മീൻ കറി 2-3 കഷ്ണമൊക്കെ ഇട്ട് ഒഴിച്ചിട്ട് അതങ്ങനെ കഴിക്കുമ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നു. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു വട്ടം ഇത് കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.